ഹായ് നമസ്കാരം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ചരിത്രപ്രസിദ്ധമായ പരുമല പള്ളിയിലാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ പള്ളിയിലെ വിശേഷങ്ങളാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഏവർക്കും സ്വാഗതം. കേരളത്തിലെ പ്രശസ്തമായ ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രമായ പരുമല പള്ളി ഏറെ പ്രശസ്തമായത് പരിശുദ്ധ പരുമല തിരുമേനിയുടെ പേരിലാണ്. കേരളത്തിലെ യാക്കോവറ്റ്, ഓർത്തഡോക്സ്, ക്രൈസ്തവർ ഒരുപോലെ വണങ്ങുന്ന പരിശുദ്ധ പരുമല തിരുമേനിയുടെ എണ്ണച്ചായാ ചിത്രം ഏറെ പ്രശസ്തമാണ്. രാജാ രവിവർമ്മ വരച്ച ഈ ചിത്രത്തിനും ഒരു കഥ പറയാനുണ്ട്. 1905 രാജാ രവിവർമ്മ തിരുമേനിയുടെ ഈ ചിത്രം വരച്ചത്. ആറ്റമംഗലം ഇടവകാംഗമായ ഇടയിടത്തുശ്ശേരി ഡോക്ടർ M.A. ഫിലിപ്പ് ഒരു നേർച്ചയായി ആണ് ഈ ചിത്രം വരയ്ക്കാൻ രാജാ രവിവർമ്മയെ ഏൽപ്പിച്ചത്. തിരുമേനിയുടെ അർത്ഥകായ ചിത്രമാണ് രവിവർമ്മ ആദ്യം വരച്ചത്. എന്നാൽ തിരുമേനിയിൽ ഏതോ ദിവ്യശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കി ഒരു പൂർണ്ണകായ ചിത്രം വരയ്ക്കുകയായിരുന്നു. 1902 തിരുവിതാംകൂറിലെ അന്നത്തെ പ്രശസ്ത ഫോട്ടോഗ്രാഫറായ ഡിക്രൂസ് സായിപ്പ് തിരുമേനിയുടെ ഫോട്ടോ എടുക്കാൻ ചെന്നപ്പോൾ ഉണ്ടായ ഒരു അത്ഭുതവും വാമൊഴിയായി പറയുന്നുണ്ട്. തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവലിൽ പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയായിരുന്നു ഡിക്രൂസ് ചിത്രമെടുക്കാൻ പോയത്. എന്നാൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് കാലാവസ്ഥ മോശമായി ചിത്രം എടുക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായപ്പോൾ തിരുമേനി തൻ്റെ കയ്യിലെ സ്ലീവ് ഉയർത്തിക്കാട്ടി കാലാവസ്ഥ അനുകൂലമാക്കി. 1947 സഭ തിരുമേനിയെ പരിശുദ്ധനാക്കി പ്രഖ്യാപിച്ചതെങ്കിലും അതിനു മുൻപ് തന്നെ നിരവധി അത്ഭുത പ്രവൃത്തികൾ പരുമല തിരുമേനി ചെയ്തിട്ടുണ്ട്. തുമ്പമണ്ണിൽ വസൂരി പടർന്നപ്പോൾ രോഗികളെ സുഖപ്പെടുത്തിയതു മുതൽ ഒട്ടനവധി അത്ഭുത പ്രവൃത്തികൾ തിരുമേനിയുമായി പറഞ്ഞു കേൾക്കുന്നുണ്ട്. 1848 ജൂൺ 15 മുളന്തുരുത്തിയിൽ ആയിരുന്നു പരുമല തിരുമേനി ജനിച്ചത്. ഗീവർഗീസ് എന്നായിരുന്നു തിരുമേനിയുടെ മാമോദിസ പേര്. 2ാം വയസ്സിൽ അമ്മ മരിച്ചതോടെ മൂത്ത ചേച്ചിയായിരുന്നു തിരുമേനിയെ വളർത്തിയത്. പഠിക്കാൻ മിടുക്കനായിരുന്ന തിരുമേനി സുറിയാനിയും വേദവുമൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ പഠിച്ചെടുത്തു. 18ാം വയസ്സിൽ അദ്ദേഹത്തിന് വൈദിക സ്ഥാനം ലഭിച്ചു. ഈ കാലത്താണ് മലങ്കര മെത്രാപ്പൊലീത്ത ആയിരുന്ന പുലിക്കോട്ടിൽ ജോസഫ് അച്ഛൻ പരുമലയിൽ ഒരു സെമിനാരി സ്ഥാപിക്കുന്നത്. പരുമലയിൽ സ്ഥാപിച്ച സെമിനാരിയിൽ തന്നെ സഹായിക്കാനായി ഗീവർഗീസിനെ നിയമിക്കുകയായിരുന്നു. ഗീവർഗീസിന് അദ്ദേഹം റമ്പാൻ സ്ഥാനവും നൽകി. 1876 ഡിസംബർ 10 ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് എന്ന പേരിൽ വടക്കൻ പറവൂർ പള്ളിയിൽ വെച്ച് മെത്രാപ്പൊലീത്തയായി അദ്ദേഹം വാഴിക്കപ്പെട്ടു. ഏറ്റവും പ്രായം കുറഞ്ഞ മെത്രാപ്പൊലീത്ത ആയിരുന്നതിനാൽ അദ്ദേഹം കൊച്ചു തിരുമേനി എന്നും അറിയപ്പെട്ടു. അന്ന് അദ്ദേഹത്തിന് വെറും 29 വയസ്സ് മാത്രം ആയിരുന്നു പ്രായം. 1877 നിരണം ഭദ്രാസനത്തിൻ്റെ ചുമതല ഏറ്റെടുത്തു. പരുമല സെമിനാരിയിൽ തന്നെ താമസം തുടർന്നു. 1884 തുമ്പമൺ ഭദ്രാസനത്തിൻ്റെയും തുടർന്ന് കൊല്ലം ഭദ്രാസനത്തിൻ്റെയും ചുമതലയും ഇദ്ദേഹത്തിന് വന്നു ചേർന്നു. ഈ കാലയളവിൽ ജനങ്ങൾക്കിടയിൽ തിരുമേനി ഏറെ പ്രശസ്തനായി തുടങ്ങി. അങ്ങനെ ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ പരുമല തിരുമേനി എന്ന് വിളിക്കാൻ തുടങ്ങി. പരുമല തിരുമേനിയാണ് പരുമല സെമിനാരിക്ക് സമീപം ഒരു ദേവാലയം ആരംഭിക്കുന്നത്. 1895 വിശുദ്ധ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും നാമത്തിൽ നിർമ്മിച്ച ദേവാലയത്തിൻ്റെ കൂദാശ നടന്നത്. തുടർന്ന് അദ്ദേഹം ജെറുസലേം സന്ദർശിച്ചു. ഈ യാത്രയുടെ അനുഭവം ഒരു പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ചു. മലയാളത്തിൽ ആദ്യമായി അച്ചടിച്ച യാത്രാ വിവരണമായാണ് ഇത് അറിയപ്പെടുന്നത്. ഇക്കാലയളവിൽ നിരവധി സാമൂഹിക സേവനങ്ങൾക്കും തിരുമേനി നേതൃത്വം നൽകിയിട്ടുണ്ട്. 1902 നവംബർ 2 54-ാം വയസ്സിലാണ് അദ്ദേഹം കാലം ചെയ്തത്.
പരുമലപ്പള്ളിയോട് ചേർന്ന് പ്രത്യേകം കബറിടത്തിലാണ് അദ്ദേഹത്തെ കബറടക്കിയത്. 1945 നവംബർ 2 പരിശുദ്ധനായി പ്രഖ്യാപിച്ച അദ്ദേഹത്തിൻ്റെ ഓർമ്മ പെരുന്നാൾ എല്ലാ വർഷവും നവംബർ 1, 2 തീയതികളിൽ സഭ ആചരിക്കുന്നു. ഈ പള്ളി തിരുവല്ലയിൽ നിന്നും 7 കിലോമീറ്ററും ചെങ്ങന്നൂരിൽ നിന്ന് 10 കിലോമീറ്ററും അകലെയായാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പരുമലപ്പള്ളിയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.